നമസ്കാരം. ട്രംപിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ജർമ്മനി. ട്രംപ് തോറ്റുമടങ്ങി, ഒളിവിൽ പോയി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ 5 ദിവസത്തെ ഇടവേള എടുത്ത് വലിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് രീതി മറ്റൊരു യുദ്ധതന്ത്രമാണോ എന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും ട്രംപിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് ജർമ്മൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നു. സത്യത്തിൽ ഈ 5 ദിവസത്തെ ഇടവേള എന്ന് പറയുന്നത് തന്നെ ട്രംപ് പത്തി മടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണെന്ന് പറയാം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുനമ്പിൽ എത്തി നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ഒരു 5 ദിവസത്തെ ഇടവേള എടുത്ത് ഇനി 5 ദിവസം കഴിഞ്ഞ് യുദ്ധം ചെയ്യാമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പിൻവാങ്ങിയത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ അത് നിഷേധിക്കുന്നത് വലിയ ആശയക്കുഴപ്പം വർദ്ധിക്കുന്നുമുണ്ട്. കാരണം അത് വർദ്ധിപ്പിക്കുവാൻ കാരണം എന്ന് വെച്ചാൽ ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. എന്നാൽ ട്രംപ് പറയുന്നു ഞങ്ങൾ 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കുകയാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു വെടി നിർത്തൽ. പക്ഷെ ഇത് വെടി കൊള്ളുന്നവർ പറയുകയാണ് ഇത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ആശയക്കുഴപ്പം വല്ലാതെ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ട്രംപിന്റെ ഈ സൈലന്റ് മോഡ് പുതിയ ഒരു സൈനിക നീക്കത്തിന് മുന്നോടിയാണോ എന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം സംശയിക്കുന്നതെന്ന്. ഏതായാലും പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകം ഭീതിയോടുകൂടിയാണ് വീക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ വ്യക്തമാകും. ഇപ്പോഴിതാ ജർമ്മനിയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, ആ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് ഇറാനെതിരായിട്ടുള്ള US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റീൻമെയർ രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനുമായിട്ടുള്ള യുദ്ധം വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനവും ദുരന്തപൂർണമായിട്ടുള്ള രാഷ്ട്രീയ അബദ്ധവുമാണെന്ന് ഇപ്പോൾ വാൾട്ടർ സ്റ്റീൻമെയർ പറഞ്ഞിരിക്കുന്നു. ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം വാഷിംഗ്ടണിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഈ യുദ്ധം അനാവശ്യമായിരുന്നുവെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ ഒഴിവാക്കാമായിരുന്നിട്ടും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മേഖലയെ തകർക്കുകയാണ് ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണത്തിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ല എന്ന് തന്നെയാണ് സ്റ്റീൻമെയർ പറയുന്നത്. അപ്പോൾ പല അമേരിക്കൻ ബ്യൂറോക്രാറ്റുകൾക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളത് എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവകരമാണ് എന്ന് ചിന്തിക്കുക. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ അതിന് യുദ്ധം ഒരു പോംവഴിയല്ല എന്നും തികച്ചും അനാവശ്യമായിട്ടുള്ള രക്തച്ചൊരിച്ചിലാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി അറിയപ്പെടുന്ന ജർമ്മനിയിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകം ആശങ്കയോടുകൂടി നിൽക്കുമ്പോൾ ഇനി ആരൊക്കെ അമേരിക്കയോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നാലും അവരാരും അവസാന നിമിഷം ഉണ്ടാകില്ല എന്നൊരു തരത്തിലേക്ക് എത്തപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. ജർമ്മനി തന്നെ പറയുന്നു ഈ യുദ്ധം അനാവശ്യമാണ്. യുദ്ധത്തിൽ തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ ജർമ്മനി വ്യക്തമാക്കി. ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ജർമ്മനി ഒരു തരത്തിലും പങ്കുചേരില്ല എന്ന് ചാൻസലർ ഫ്രീഡ്രിഷ് മോർട്സ് പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിലും ലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിലും ഈ സൈനിക നടപടിയിൽ ജർമ്മനി സഹകരിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ വാദം. സൈനിക പങ്കാളിത്തമോ സാമ്പത്തിക സഹായമോ നൽകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ മേർട്സ് സമാധാനപരമായിട്ടുള്ള പരിഹാരത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനിലുള്ള പ്രധാന ശക്തിയായിട്ടുള്ള ജർമ്മനിയുടെ ഈ പിന്മാറ്റം അമേരിക്കൻ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ അമേരിക്കൻ യുദ്ധം 25ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുവാനായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിബന്ധനകൾ അമേരിക്ക പുച്ഛിച്ചു തള്ളുകയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി, സുരക്ഷാ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി തുടങ്ങിയ ഉന്നത നേതാക്കളുടെ വധം മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമാക്കിയിട്ടുണ്ട്. ഇറാൻ സൈന്യം തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ് എന്ന് വേണം കരുതാൻ. ഇതിനിടയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലടക്കം വലിയ തീപിടുത്തം ഉണ്ടാക്കിയിരിക്കുന്നു. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം നടത്തിയത്. തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായമില്ല എന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിച്ചതായിട്ടും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതൊക്കെ കുവൈറ്റ് എംബസി അറിയിക്കുന്നുണ്ട്. കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ ഫലപ്രദമായി തടഞ്ഞതായിട്ട് സൗദി പ്രതിരോധ മന്ത്രാലയം അടക്കം പറയുന്നുണ്ട്. അതായത് ഇറാൻ ഗൾഫ് മേഖലകളിലേക്ക് ആക്രമണം ശക്തമാക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ പലയിടത്തും മുന്നറിയിപ്പ് സൈറനുകളടക്കം മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. US ചർച്ച അത് ഇറാൻ സർക്കാർ
തള്ളിക്കളയുന്ന ഒരു കാര്യമാണ്. നയതന്ത്ര തലത്തിൽ കാര്യമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് സൂചനകളാണ്. US-മായി ചർച്ച നടന്നു എന്ന പ്രചാരണം എണ്ണ ഓഹരി വിപണികളെ സ്വാധീനിക്കുവാനുള്ള വ്യാജ വാർത്തയാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. US-മായിട്ടുള്ള ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധി ഖാലിബാഫാണെന്നും റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെതിരെ വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 5 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് മാറി നിൽക്കുന്ന ട്രംപും അമേരിക്കയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ ഇറാന്റെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക്, അതായത് ഗൾഫ് മേഖലകളിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ട്രംപിന്റെ ഈ യുദ്ധക്കൊതിയെ ജർമ്മനി അടക്കം ഇങ്ങനെ വിമർശിക്കുമ്പോൾ ട്രംപിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജർമ്മനി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ട്രംപ് ഇവിടെ തോറ്റുമടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഇറാനെ ഭയന്ന് ഇറാനോടൊപ്പം തോറ്റ് മടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒളിവിൽ കഴിയുകയാണ് ട്രംപിന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുവാനോ യുദ്ധത്തെക്കുറിച്ച് പറയുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ആവശ്യകത ഇപ്പോൾ ഈ രാജ്യത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തില്ലായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കി വെച്ചത് ട്രംപ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശനമായി ഇപ്പോഴും മറ്റു രാജ്യങ്ങളടക്കം പറയുന്നത്.